സജീഷിലേക്കാണ്. സജീഷ്, ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ള മറുപടിക്ക് മുൻപേ ഇപ്പോൾ ഡോക്ടർ ഷേർലി വാസുവും സൗമ്യയുടെ അമ്മ സുമതിയും പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിന് ഉള്ള ഒരു മറുപടി, സർക്കാരിന് ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ട് ഇതിൽ എന്നാണ് നിങ്ങൾ ഇതിൽ മറുപടി നൽകുക? ഒരു കാര്യം ഇവിടെ കാണേണ്ടത്, ഇത്തരത്തിൽ ഒരു പ്രതി ജയിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഗോൾഡൻ അവറിൽ തന്നെ ആ പ്രതിയെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നത് നമ്മൾ പ്രധാനമായും കാണേണ്ടതാണ്. അത് വളരെ കൃത്യമായ ഇടപെടൽ നടത്തി പ്രതി രക്ഷപ്പെട്ടു പോകാതിരിക്കാനുള്ള പഴുതടച്ച നിലപാടുകൾ പോലീസ് സേന സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയ 3 ജയിൽ ഉദ്യോഗസ്ഥരെ അടിയന്തരമായി തന്നെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇത്തരത്തിൽ പ്രതികൾ, ക്രിമിനലുകൾ പുറത്തു കടക്കുമ്പോൾ അല്ലെങ്കിൽ ജയിൽ ചാടുമ്പോഴെല്ലാം സ്വാഭാവികമായും ആശങ്കകൾ ഉണ്ടാകും. ഇവിടെ ഷാഫി ചാലിയത്തിൻ്റെ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഇത് ഒരു ആദ്യത്തെ അനുഭവമായിട്ടൊക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അതുകൊണ്ട് ജയിലിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി അദ്ദേഹം വല്ലാതെ ഗവേഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വല്ലാതെ ഭയപ്പെട്ട ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു, റിപ്പർ ജയാനന്ദൻ. 7 പേരെയാണ് ഈ റിപ്പർ കൊടും കുറ്റവാളി തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അദ്ദേഹം പുറത്തുണ്ട് എന്നറിഞ്ഞാൽ പോലും വീടുകൾക്ക് പോലും ഭീഷണിയാകുന്ന സാഹചര്യം, എപ്പോഴും റിപ്പർ കടന്നു വരുമെന്ന് ആശങ്കപ്പെട്ട ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. ആ റിപ്പർ ജയാനന്ദൻ ജയിലിൽ ചാടിയിട്ട് UDF ഭരിക്കുന്ന കാലത്താണ്, 2013 ജൂൺ 10 അയാൾ ജയിലിൽ ചാടുന്നത്. ആ കൊടും ക്രിമിനൽ ജയിലിൽ ചാടിയിട്ട് 3 മാസം കഴിഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതുതന്നെ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമല്ല അറസ്റ്റ് ചെയ്യുന്നത്. മറ്റൊരു യാത്രക്കിടയിൽ ഒരു സന്ദീപ് എന്ന് പറയുന്ന, ഒരു ഷിജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വഴിയരിയിൽ കണ്ട ഒരാളെ സംശയം തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ, ഒരു പോലീസുകാരൻ്റെ ഒരു കൃത്യമായ ജാഗ്രതയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്നുൾപ്പെടെയുള്ള വാർത്ത അന്ന് വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ഏറ്റവും കൊടും ക്രിമിനലായി സ്ത്രീകളെ ഉൾപ്പെടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ 7 പേരെ തുടർച്ചയായി കൊല ചെയ്ത റിപ്പറിനെ അതുതന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയായിരുന്നു എന്ന് ഓർമ്മയുണ്ട്. അതീവ സുരക്ഷയിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ആളുകൾ പ്രത്യേകമായ സെല്ലുകളിലാണ് പാർപ്പിക്കുക എന്ന് നമുക്കറിയാം. അവിടെ നിന്നാണ് ജയിൽ ചാടുന്ന സാഹചര്യം UDFൻ്റെ ഭരണത്തിനുണ്ടായത്. ഇതൊന്നും ഷാഫി ചാലിയം മറക്കരുത്, ഇതിനെതിരായി പറയുന്നത് പ്രതിപക്ഷ നേതാവ് മറക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് ആ കാലത്ത് തന്നെ 6 പ്രതികൾ കേരളത്തിൽ ജയിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല. ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു രീതി കേൾക്കുമ്പോൾ അത് നമ്മൾ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. കേരള പോലീസ് മികച്ച ട്രാക്ക് റെക്കോർഡോടുകൂടി രാജ്യത്ത് മുന്നോട്ട് പോകുന്ന സംവിധാനമാണ്. ആ സംവിധാനം എല്ലാ മേഖലക്കകത്തും, കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിലായാലും, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലായാലും, സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിലായാലും, കുറ്റാന്വേഷണ മികവിൻ്റെ കാര്യത്തിലായാലും എല്ലാം, ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിലെല്ലാം ദേശീയ അംഗീകാരം നേടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനെ അവമതിക്കാൻ തയ്യാറാകരുത് എന്നാണ് UDFൻ്റെ പ്രതിനിധികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം കേരളത്തിലേത് മികച്ച പോലീസിംഗ് ആണ്. നമുക്ക് വരുന്ന പോരായ്മകളും അതിനകത്ത് ഉണ്ടാകുന്ന വീഴ്ചകളുമെല്ലാം പരിഹരിച്ചു പോകേണ്ടതാണ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നമ്മളൊപ്പം ഡോക്ടർ ഷേർലി വാസു അല്പനേരം കൂടിയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അവരിലേക്ക് പോയ ശേഷം രാഷ്ട്രീയ ചർച്ച വേറെ ആകാമല്ലോ. ഞാൻ കേരളത്തിലെ സ്ത്രീകൾക്കുണ്ടായ ആശങ്ക, അതിൽ എന്താണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നായിരുന്നു എന്റെ ചോദ്യം. ഞാനൊന്ന് വരാം. ഡോക്ടർ ഷേർലി വാസു ഇപ്പോൾ കുറച്ചു നേരം കൂടിയുള്ളൂ, അതുകൊണ്ടാണ് ശരിയായ രീതിയല്ല. ഞാൻ അവരിലേക്ക് പോയ ശേഷം വരാം. ഏതാണ് ശരിയായ രീതിയല്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഏതാണ് കാരണം? അതെനിക്ക് പറഞ്ഞു വെക്കണം. അല്ല, ഒരു കാര്യം, ഇവിടെ പല ആരോപണങ്ങളും ഉന്നയിച്ചു സൂചിപ്പിക്കുന്ന സമയത്ത് അടുത്ത താങ്കളിലേക്കാണ് വരുന്നത്. നമുക്ക് ഡോക്ടർ ഷേർലി വാസു പോകുന്നതുകൊണ്ടാണ് താങ്കളിൽ നിന്ന് ഒരു കാലത്തും ഒരു ചർച്ചയിലും നീതി പ്രതീക്ഷിച്ചിട്ടല്ല ഇരിക്കുന്നത്. ഒരു ചർച്ചയിലും താങ്കളിന് എപ്പോഴെങ്കിലും ഒരു നീതി പ്രതീക്ഷിച്ചിട്ടല്ല ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. കാരണം താങ്കളാണ് അപ്പുറം ഇരിക്കും. താങ്കൾ മനസ്സിലാക്കൂ, രാഷ്ട്രീയ എതിരാളിയിലേക്കല്ലല്ലോ പോകുന്നത്. ഇത്ര നേരം നിന്ന് എല്ലാം കേട്ട് രാഷ്ട്രീയ എതിരാളിക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്ത് താങ്കൾ, ഞാൻ പറയട്ടെ, തീർച്ചയായും തീർച്ചയായും എനിക്കെന്താ അതിൽ സംശയം? മറുപടി പറയാൻ അവസരം നൽകില്ല. അവസരമുണ്ടെന്നേ, വെറുതെ തർക്കിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. അവരെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ തർക്കിക്കാനല്ല വന്നത്.
ഞാൻ ഒറ്റ കാര്യം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളൂ, താങ്കളോട് പറയാനില്ല. താങ്കളുടെ ചർച്ചയിൽ എന്താ പറയുക, ഒരു അണുക്കിട നീതി പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ആരും ഇരിക്കുന്നത്. ആ നീതി ഞങ്ങൾ ഒരിക്കലും താങ്കളുടെ ചർച്ചയിൽ വ്യക്തിപരമായി പ്രതീക്ഷിക്കാറില്ല. എന്നിട്ടും ഞങ്ങളുടെ ഒരു ചുമതല എന്നുള്ള നിലയ്ക്ക് ഇരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇതൊന്നും അത്ഭുതമുള്ള കാര്യമല്ല. താങ്കൾ തുറന്നോളൂ, എനിക്കൊരു പ്രശ്നവുമില്ല. ശരി, കാണുന്നവർ വിലയിരുത്തിക്കോട്ടെ. ഡോക്ടർ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.